എല്ലാം മറക്കുവാൻ നീ പഠിച്ചു. മറന്നുവോ പൂമകളെ, എല്ലാം മറക്കുവാൻ നീ പഠിച്ചു. അകലേക്കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ, അകലേക്കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ മനസ്സിൽ തടഞ്ഞു വച്ചു. വെറുതെ മറന്നുവോ പൂമകളെ, എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ. മാവിൽ നാട്ടുമാവിൽ നമ്മളു ഞാൻ പാട്ടെറിഞ്ഞു. പാടും പാട്ടിലേതോ കൂട്ടുകാരായി നാമലഞ്ഞു. തൊടിയിലെ തുമ്പയിൽ തുടിക്കുന്ന തുമ്പിയെ പിടിക്കുന്ന കൗതുകമായ അന്നും നിന്നെ കൊതിച്ചിരുന്നു. മറന്നുവോ പൂമകളെ, എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ. പൂനിലാവിൽ പീലി നീർത്തും പുല്ലുപായിൽ നിൻ നൂലു പോലെ നീയുറങ്ങും നേരമങ്ങും മനസ്സിലെ താരത്തിൽ ഒരു നുള്ളു കർപ്പൂരം തിളയ്ക്കുന്ന തീക്കുരുന്നേ. നിന്നെ അന്നും നിന്നെ കൊതിച്ചിരുന്നു. മറന്നുവോ പൂമകളെ, എല്ലാം മറക്കുവാൻ നീ പഠിച്ചു. അകലേക്കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ മനസ്സിൽ തടഞ്ഞു വച്ചു. വെറുതെ മറന്നുവോ പൂമകളെ, എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ. സഞ്ജയ്, ബ്യൂട്ടിഫുൾ ആൻഡ് നല്ല സുന്ദരനായിട്ടുണ്ട്. ചോദിക്കാം. ഷാനിക്ക. സഞ്ജയ് സാറേ, ആദ്യം പാട്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറ. ചക്രമുത്ത് എന്ന മൂവിയുടെ സോങ് ആണ്. അതുപോലെ ഇത് കമ്പോസ് ചെയ്തത് എം ജയചന്ദ്രൻ സാറാണ്. അതുപോലെ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി സാറും പാടിയത് KJ യേശുദാസ് സാറും. അടിപൊളി, വെരി ഗുഡ് സോങ് സെലക്ഷൻ സഞ്ജയ്. നല്ല സോങ് സെലക്ഷൻ. ഈ ഒരു റൗണ്ടിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് സഞ്ജയ്. നന്നായിട്ട് തന്നെ പാടി നല്ല കൺട്രോൾഡ് സിംഗിങ് ആയിരുന്നു. എനിക്ക് അനുപല്ലവിയിൽ പിടയ്ക്കുന്ന എന്തായിരുന്നു, പിടയ്ക്കുന്ന കൗതുകമായി ഞാൻ അന്നും നിന്നെ കൊതിച്ചിരുന്നു. അതെ, അതിന് എല്ലാവരും സെയിം ആണ് എഴുതണേ. അപ്പം എടാ ഒന്ന് പാടോടാ നീ. തൊടിയിലെ തുമ്പയിൽ തുടിക്കുന്ന തുമ്പിയെ പിടിക്കുന്ന കൗതുകമായി ഞാൻ അന്നും നിന്നെ കൊതിച്ചിരുന്നു. അന്നും നിന്നെ ക്ലാരിറ്റി. അന്നും നിന്നെ
കൊതിച്ചിരുന്നു. ഒരു ക്ലാരിറ്റിയുടെ ഒരു ഇഷ്യൂ മാത്രം. പിന്നെ വേറെ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ സഞ്ജയ് ഇതിനകത്ത്? എന്താണ്? അന്നും നിന്നെ കുറിച്ചിരുന്നു. ആ, അത് തന്നെ. അപ്പൊ ഒരു വരി അങ്ങ് പോയി. അന്നും ഇന്നും തൊട്ടേയില്ല ഞാൻ ഞാൻ. അതിന് പകരം നമ്മുടെ അതിന് മുന്നേ ഉള്ള പരിപാടി അത് പാടുണ്ടോ? ഇല്ല. എല്ലാം സമ്മതിക്കുന്നുണ്ടോ? എല്ലാം സമ്മതിക്കുന്നുണ്ട്. എന്ത് പറ്റി? ഇതുവരെ അങ്ങനെ പറ്റിയിട്ടില്ല. ഇന്നെന്ത് പറ്റി അറിയില്ല. അങ്ങ് പാടിപ്പോയല്ലേ? പാടിപ്പോയി. ഓക്കെ, നോ പ്രോബ്ലം. അപ്പൊ ഇനി ഇതുപോലത്തെ പ്രശ്നങ്ങൾ വരാതെ സഞ്ജയ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ സഞ്ജയ്. ഓക്കെ, വെരി നൈസ് സിംഗിങ്. നല്ല ഫീൽ ഉണ്ടായിരുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. എം ജി സർ, എനിക്ക് ഇഷ്ടപ്പെട്ടു പാടിയത് കേട്ടോ. നല്ലൊരു പാട്ടാണ്, നല്ല രസമുള്ള പാട്ടാണ്. പാടിയതൊക്കെ നന്നായിരുന്നു. ഷാൻ പറഞ്ഞ ആ സ്ഥലത്താണ് ഞാനും നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. വേറൊന്നുമില്ല, ഇതിനകത്ത് മോൻ പാടിയതിനകത്തൊരു ഒരു ചട്ടക്കൂടിൽ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്, അത്രേ ഉള്ളൂ. അതായത് ഇപ്പം ചില സ്ഥലങ്ങളിൽ റഷ് ചെയ്ത് പോകുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ ചില സംഗതികളല്ല, ചില ഭാവങ്ങൾ സംഗതികളിലൂടെ ദാസേട്ടൻ പാടിയിട്ടുണ്ട്. ഇപ്പം ശ്രുതി എന്ന് മറന്നു ഓ മകളെ എല്ലാം സിമ്പിളാണ് മറക്കുവാൻ നീ. ആ ഒരു ഗ്ലൈഡ് മറക്കുവാൻ നീ എന്നല്ല, മറക്കുവാൻ നീ പഠിച്ചു. ആ അങ്ങനെ ഒരു ഫ്രെയിം ഉണ്ടല്ലോ ചട്ടക്കൂട്, അതുപോലെ ഒറ്റ പല്ലവി ഒന്ന് ഒരു ഒറ്റ കീറ് കീറിക്കുന്നു. മൈക്ക് കുറച്ച് അകറ്റി പിടിക്കും. എല്ലാം മറക്കുവാൻ നീ. മറക്കുവാൻ മറക്കുവാൻ എല്ലാം മറക്കുവാൻ 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 നീ. മറക്കുവാൻ നീ. മറക്കുവാൻ നീ പഠിച്ചോ. അതുപോലെ പിന്നെ അകലേക്ക് ഒഴുകുന്ന ജസ്റ്റ് ഒന്ന് അകലെ, അവിടെ ഒരു ഗ്ലൈഡ് ഉണ്ട്. അകലെ അകലേക്കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ. പുഴയാം നിന്നെ ഞാൻ. അവിടെ അവിടെ എല്ലാം ഓരോ ഗ്ലൈഡ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇനി പാടിക്കുന്നില്ല. ആ ഒരു ഗ്ലൈഡ് ഉണ്ടല്ലോ, അതാണ് ഈ പാട്ടിൻ്റെ ഒരു ജീവൻ, ഒരു നാഡി ഞരമ്പ്. അതാണ് മോൻ നന്നായിട്ട് പാടി. പക്ഷെ ഇതും കൂടെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നന്നായിരുന്നു കേട്ടോ. നന്നായിരുന്നു. പിന്നെ ഒരു വരി വിട്ടുപോയി, സാരമില്ല അല്ലേ? പോട്ടല്ലേ? പോട്ടെ, ഇപ്പൊ പോട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ചേച്ചി സഞ്ജയ്, ബ്യൂട്ടിഫുൾ സിംഗിങ്. താങ്ക് യു മാം. ഒരുപാട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. എനിക്ക് സഞ്ജയുടെ ആ ഒരു ഡെഡിക്കേഷൻ, സഞ്ജയ് പല പ്രാവശ്യവും ഇവിടെ വന്ന് ഗോപികയൊക്കെ പാടിയത് എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. മനോഹരമായിട്ട് ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ചെയ്യാറുണ്ട്. എന്താണ് ആഗ്രഹം? അത് നല്ലൊരു എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു മ്യൂസിഷ്യനായി മാറണമെന്നൊരു ആഗ്രഹമുണ്ട്. എന്തായാലും ആയല്ലോ ഓൾറെഡി. എല്ലാ ലോകമെമ്പാടുള്ള മലയാളികളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നല്ല അഭിപ്രായമായിരുന്നു ഗോപിക എന്ന ആ പാട്ടിനെ കുറിച്ച് മോൻ അന്ന് പാടിയത്. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. ഗോപികേ ഹൃദയമൊരു വെൺശംഖു പോലെ വ്യഥകളിൽ ഇന്ന് മനോഹരമായിട്ട് പാടി. ഈ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മോനെ മൈക്ക് കുറച്ച് അകറ്റി പിടിച്ചാലേ കുറച്ചുകൂടി ക്ലാരിറ്റി വരും തോന്നുന്നു. അത് വല്ലാണ്ട് അടുത്ത് പിടിക്കുമ്പോൾ എല്ലാ കാറ്റും ബ്ലോയും എല്ലാം കൂടി അതിലങ്ങ് പ്രോബ്ലം ആവുന്നു. കുറച്ചൊന്ന് ദൂരെ പിടിച്ചിട്ട് ഉറക്കെ സംസാരിക്കുക. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിൽ. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി മോനെ. ഒന്നാമത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. എന്താണ് പാട്ടിൻ്റെ ഫീല്! എനിക്ക് പെട്ടെന്ന് ഞാൻ എൻ്റെ സാധാരണ ഓർമ്മകളിലേക്കൊക്കെ ഞാനിങ്ങനെ പോകാറുണ്ട്. പക്ഷെ ഞാൻ ഓർത്തെടുത്തത് അങ്ങനത്തെ ഒരു സംഭവമല്ല. എനിക്ക് ഈ ഒരു ഭാവം വന്നപ്പോഴത്തേക്ക് എനിക്ക് പണ്ട് ഞാൻ കുഞ്ഞിലെ ഈ ഡബ്ബിങ് പടങ്ങൾ ഒരുപാട് നടക്കുന്ന ഒരു സമയം, നിലാവ് പോലെ എന്ന് പറഞ്ഞൊരു ഡബ്ബിങ് പടം ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ ജനിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഉണ്ടാവുമായിരിക്കും അല്ലേ? ഐ ആം വെരി സോറി, ഒരു 4000 സോറി, ആ പടം. അപ്പം അതിൽ ഈ ഒരു
ടൈപ്പിൽ ഞാനൊരു രാജ് കോട്ടി സാറിൻ്റെ മ്യൂസിക്കിൽ ഒരു പാട്ട് പാടിയിരുന്നു. അത് ഈ ക്ഷണം ഒരേ ഒരു ഓർമ്മയായി നിൻ സ്വരം ഇതാ എൻ്റെ ജീവനായി വിരഹം വിധിയാണോ ഓ വെറുമൊരു കനവാണോ ഓ കര കാണാത്ത മൺതോണി ജീവിതം ഈ ക്ഷണം ഒരേ ഒരു ഓർമ്മയായി നിൻ സ്വരം ഇതാ എൻ്റെ ജീവനായി. ഇങ്ങനൊരു പാട്ടായിരുന്നു അത്. എനിക്ക് മോനിത് പാടിയപ്പോഴത്തേക്ക് ഞാൻ ആ ഒരു ഇതിലേക്കാണ് പോയത്. ആ ഏകദേശം അതേ ഒരു സിറ്റുവേഷനും അതേ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്തു. എന്തായാലും ഈ ഒരു പെർഫോമൻസ് മോൻ്റെത് എല്ലാ പ്രാവശ്യവും വരുമ്പോഴും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെലക്ഷൻസ് ആണ് കൊണ്ടുവരുന്നത്, ബ്യൂട്ടിഫുൾ സോങ്സ് ആണ് കൊണ്ടുവരുന്നത്, നന്നായിട്ട് പാടുന്നുമുണ്ട്. അപ്പൊ ഇനിയും ഇതിലും നന്നാവാൻ സാധിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു ചേച്ചി. ശരത് സർ. സഞ്ജയ് ലീല ഭൻസാലി. നല്ല പാട്ട്, നല്ല സുഖമുള്ള ഒരു പാട്ട്. അത് അദ്ദേഹം പാടി വെച്ചേക്കുന്ന പിന്നെ പറയേണ്ട കാര്യമല്ല. മോനെ നന്നായിട്ട് പാടി, താങ്ക് യു സാർ. നന്നായിട്ട് പാടി. ഇപ്പം എനിക്ക് ആകെ ഉള്ളത് അത് കുറച്ചും കൂടെ അതിൻ്റെ ഒരു ഫീലാകാമായിരുന്നു മാത്രം തോന്നുന്നു എനിക്ക്. ആ അകലെ അതൊന്ന് പാടാമോ? അകലേക്കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ നിന്നെ നഗലേ കൊഴുകുന്ന ആ ഒരു ഡൈനാമിക്സും ഒക്കെ ആവട്ടെ അതിന്. നിന്നെ നിന്നെ വെരി ഗുഡ് മോനെ, വെരി ഗുഡ്, വെരി ഗുഡ്. അത് എന്ത് ഇമോട്ട് ചെയ്യും, എന്ത് മാത്രം ഇമോട്ട് ചെയ്യും നമ്മൾ പാടുമ്പോൾ. എന്ത് സുഖമുണ്ട് ഇപ്പോൾ കേൾക്കാൻ. മറ്റേത് വെറും നോട്ട്സ് ആയി പോടാ കേട്ടോ. അങ്ങനെ വെറും നോട്ട്സ് പാടെ ഈ നോട്ട്സ് കിട്ടത്തില്ല, തരത്തില്ല ഞങ്ങള്. പിന്നെ അതുപോലെ അതിന്റെ എൻ്റെ കൂടെ ഒന്ന് പാടിക്കുക, ഇതിന്റെ ഇത് കഴിഞ്ഞിട്ടുള്ളത്. മനസ്സിൽ തടഞ്ഞു വച്ചു വേറുതേ. മോനെ അത് വെറുതെ അത്രയും വെലോസിറ്റി വേണോ വെറുതേക്ക്? സോഫ്റ്റ് ആയിട്ട് പാടും. അത് സോഫ്റ്റ് ആയിട്ട് പാട്. എന്താ അത് വെറുതെ ആണ് അല്ലേ? ആ വെറുതെ മതി. അപ്പോഴേ അതിൻ്റെ ഒരു അത് നമുക്ക് തരേണ്ട വികാരം തരത്തുള്ളൂ. മോനെ അങ്ങനെ ഒന്ന് പാടി നോക്കെ സോഫ്റ്റ് ആയിട്ട്. മനസ്സിൽ തടഞ്ഞു വച്ചു വേറുതേ. ആ അത് മതി, അത് കുറച്ചും കൂടെ കുറയാൻ മോനെ കേട്ടോ. അത് സുഖമാക്കുക പാടി. ബാക്കിയൊക്കെ നന്നായിരുന്നു. ബാക്കി ഇപ്പോൾ ഒരു ആ ലോ പോർഷൻ്റെ കാര്യം പറഞ്ഞു, അത് പിന്നെ നമ്മൾ പറയുന്നില്ല. പക്ഷെ മൊത്തത്തിൽ ഈ പാട്ട് മനോഹരമായിട്ട് പാടി ശക്കര കേട്ടോ. നിനക്ക് ദാസേൻ്റെ പാട്ടുകൾ എടുത്തുകൊണ്ട് വന്നിട്ടാണല്ലോ ഈ കയറുന്നത്. അതിൻ്റെ കാരണം പറയൂ. അതിനകത്ത് എന്തോ തങ്ങളിൽ എന്തോ ഒരു അടുപ്പമുണ്ട്, അത് തുറന്നു പറയൂ. എല്ലാവർക്കും ഇഷ്ടമുള്ള പോലെ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് സാറിൻ്റെ പാട്ട്. പിന്നെ സാറിന് ഇതുപോലുള്ള മെലഡി സോങ്സ് എടുത്ത് പാടുന്ന സമയത്ത് ഇവിടെ പാടാൻ പറ്റും എന്നുള്ള ചെറിയ വിശ്വാസമുണ്ട്. പാടാൻ പറ്റിയിട്ടുമുണ്ട് ഇവിടെ മുമ്പേ സമയത്ത്. അതുകൊണ്ട് തന്നെ സാറിൻ്റെ പാട്ട് എടുത്ത് കേൾക്കുമ്പോൾ ഒരു വികാരം. അതെ ഓക്കെ, മാർക്സ് ചോദിക്കാം. മഞ്ചേരി ചേച്ചി. സഞ്ജയുടെ ഈ ഒരു പെർഫോമൻസിന് 9 മാർക്സ്. താങ്ക് യു ചേച്ചി. എന്താടാ വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? ശരത് സർ. അത്ര വിശ്വാസമില്ല നിനക്ക്. 7 മാർക്കടാ. ഇപ്പോഴെങ്കിലും നീ വിശ്വസിക്ക്. മതിയോ? സഞ്ജയ് ലീല മനസ്സിലായി. 7 മതിയോ? മതിയോടാ? അത് കുറവല്ലേ? കുറച്ച് കുറഞ്ഞു പോയില്ലേ? 7.1 കുറച്ചുകൂടെ കൂടെ. കുറച്ചുകൂടെ കൂടാ. 6.5 ഇടണം. എന്നാ അണ്ണൻ പറഞ്ഞ പോലെ 9.1. താങ്ക് യു സർ. ഷാനിക്ക. സഞ്ജയ് ഓക്കെ. എംജി സർ. മോനെ 9 മാർക്സ്. താങ്ക് യു സർ. ഓക്കെ, സോ ടോട്ടൽ 27.1. അടിപൊളി. ഓക്കെ.